നമസ്കാരം, ഞാൻ റോസ്മേരി ആൻ്റണി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. നമുക്കൊക്കെ മനസ്സിൽ തെറ്റാണെന്ന് തോന്നിയാലും നമ്മൾ നിശബ്ദമായിരിക്കുന്ന ചില അവസ്ഥകളുണ്ട്. അതെന്തുകൊണ്ടിട്ടാണ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നമ്മളൊക്കെ ഒരു റൂമിലാണ്, എല്ലാവരും എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയുന്നു. നമ്മുടെ മനസ്സിൽ തോന്നുന്നത് ഇത് ശരിയല്ല, പക്ഷേ പുറത്ത് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അല്ല, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ സൈലൻ്റ് ആയിരിക്കുന്നു എന്നുള്ളൊരവസ്ഥയാണ്. നമ്മൾ ചിലപ്പോൾ വളരെ പുഞ്ചിരിയോടുകൂടി അത് സംബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ മനോഭാവത്തിന് മനഃശാസ്ത്രത്തിൽ പറയുന്നൊരു പേരുണ്ട്, കൺഫോമിറ്റി എന്നുള്ളതാണ്. കൺഫോമിറ്റി വെൻ വി ചേഞ്ച് അവർ ബിഹേവിയർ, ബിലീഫ് ഓർ ഒപ്പീനിയൻ ടു മാച്ച് എ ഗ്രൂപ്പ്, എസ്പെഷ്യലി വെൻ വി ഫീൽ പ്രഷർ ടു ഡു സോ. നമുക്കൊരു കാര്യത്തിൽ വ്യക്തമായ നിഗമനം ഉണ്ടായിരിക്കുമ്പോഴും മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നത് നോക്കി നമ്മുടെ ചിന്തകളും നമ്മുടെ റെസ്പോൺസും മാറ്റുന്നതാണത്. പക്ഷേ ഇതിലും വലിയൊരു പ്രശ്നമുണ്ട്. അതായത് കൺഫോമിറ്റി എന്നത് മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളെ പിന്തുടരുക അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുക, അത് മാത്രമല്ല. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ശരിയെന്ന് തോന്നുന്ന അല്ലെങ്കിൽ അറിയാവുന്ന ആ കാര്യം മറ്റാരും ചെയ്യാത്തതിനാൽ നമ്മൾ പോലും ചെയ്യാതെ വിട്ടുപോകുന്നൊരവസ്ഥയാണ്. നമുക്കത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, നമ്മുടെ ശരിയുമാണ് നമ്മളതവിടെ അവഗണിക്കുന്നത് എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ തോന്നും, എന്തിനാണ് ഇവിടെ ഞാൻ മാത്രം വേറിട്ടതായിട്ട് കാണിക്കുന്നത്? കാരണം അവരാരും ചെയ്യുന്നില്ലല്ലോ, പിന്നെ ഇതിനെ ഞാൻ മാത്രം എൻ്റെ ആവശ്യങ്ങൾ പറയുന്നുള്ളത്. പക്ഷേ ഒരുപാട് സമൂഹത്തിൽ പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ അത്തരത്തിൽ ഒരാൾ ഇടപെട്ടപ്പോൾ മാത്രമാണ്. അപ്പം നമുക്ക് തോന്നിയത് എന്തും ചോദിക്കാൻ ഒരു ശബ്ദം വേണ്ടതാണ്. ഒരുപക്ഷെ നമുക്കറിയാനായിട്ട്, നമ്മുടെ ശരി പിന്തുടരാൻ അത്രമേൽ ധൈര്യം കാണിച്ച ഒരാൾ നമുക്കൊക്കെ ഉണ്ടായതുകൊണ്ടിട്ടാണ് ആ ഒരു ശബ്ദം പുറത്തേക്ക് വന്നത്. അപ്പോൾ കൺഫേം ചെയ്യാതെ നിന്ന് ധൈര്യത്തോടെ നിലകൊള്ളുക എന്നുള്ളതാണ് എല്ലാ മാറ്റത്തിൻ്റെയും തുടക്കം എന്ന് പറയുന്നത്. സോ വേർ ഡസ് ദിസ് കൺഫോമിറ്റി കം ഫ്രം? നമുക്കപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കൺഫോമിറ്റി ആയിട്ട് നമ്മളെല്ലാവരും മറ്റു ആളുകൾ ചെയ്യുന്നത് തുടർച്ചയായിക്കൊണ്ടിരുന്നെന്ന് വെച്ചാൽ, അതിന് നമുക്ക് വേണമെങ്കിൽ ഹിസ്റ്ററിയിലേക്ക് പോവാം. അതിൽ നാസി ജർമ്മനി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മനഃശാസ്ത്രജ്ഞർ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. ദശലക്ഷക്കണക്കിന് ആളുകൾ നാസി ഭരണകൂടത്തെ അന്ധമായിട്ട് പിന്തുടരാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം വളരെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ആളുകൾക്ക് തിരിച്ചറിഞ്ഞിട്ടും അവരത് ഫോളോ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഹൗ ഡിഡ് സോ മെനി ഓർഡിനറി പീപ്പിൾ ഫോളോ ഹൊറിഫിക് ഓർഡേഴ്സ് ആൻഡ് സ്റ്റേ സൈലൻറ്റ്? അതിന് ആ സൈക്കോളജിസ്റ്റുമാരെല്ലാവരും ചെയ്ത കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. അതിൽ ഒരു എക്സ്പെരിമെൻ്റാണ് മിൽഗ്രംസ് ഒബീഡിയൻസ് എക്സ്പെരിമെൻറ്റ്. 1960കളിൽ ചില മനഃശാസ്ത്രജ്ഞന്മാർ സ്റ്റാൻലി മിൽഗ്രം ആളുകളോട് മറ്റൊരാൾക്ക് ഒരു ഇലക്ട്രിക്കൽ ഷോക്ക്, ഒരു വൈദ്യുതാഘാതം ഏൽപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ ആവശ്യപ്പെട്ട എല്ലാവരും നമ്മളൊക്കെ ലാബിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു കോട്ട് ധരിച്ച ആളായിരുന്നു. അപ്പോൾ അവർ ആ പറഞ്ഞതിൻ്റെ പേരിൽ, ആ കോട്ട് ധരിച്ച ആൾ പറഞ്ഞതിൻ്റെ പേരിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്നേഴ്സിന് ഈ ഇലക്ട്രിക്കൽ ഷോക്ക് കൊടുക്കാൻ തുടങ്ങി. ആ വ്യക്തി വേദന കൊണ്ട് നിലവിളിച്ചപ്പോഴും 65% ആളുകളും ആ ഷോക്ക് നൽകാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടിട്ടാണ്? ആളുകൾ ആരും ക്രൂരരായതുകൊണ്ടിട്ടല്ല, മറിച്ച് അധികാരത്തെ അനുസരിക്കാതിരിക്കാൻ അവർ ആഗ്രഹിച്ചതുകൊണ്ടിട്ടാണ്. അതായത് ആരും ഒരു ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ അത് അനുസരിക്കണം, എല്ലാവരും അതനുസരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അനുസരിക്കണം എന്നുള്ളൊരു ധാരണ എവിടെയൊക്കെ നമ്മുടെ സിസ്റ്റത്തിൽ കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. സെക്കൻഡ്, സാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെൻറ്റ്. കോളേജിലെ വിദ്യാർത്ഥികളെ ഗാർഡ്സ് ആൻഡ് പ്രിസണേഴ്സ് എന്നത് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഗാർഡ്സ് ശരിക്കും പറഞ്ഞാൽ അവരെല്ലാവരും അബ്യൂസേഴ്സ് ആയിട്ടും അതോടൊപ്പം തന്നെ പ്രിസണേഴ്സ് ബിക്കം ആൻഷ്യസ് ആൻഡ് ക്വയറ്റ്. ആ റോൾ എടുത്തതിന് ശേഷം അവരോട് ആരും അതുപോലെ പെരുമാറാനായിട്ട് പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ അവർക്ക് ലഭിച്ച റോളിനോട് അവർ സ്വയമേ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ പരീക്ഷണങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചത് സാധാരണ ആളുകൾക്ക് ദോഷകരമായ കാര്യങ്ങൾ
പെട്ടെന്ന് ചെയ്യാൻ കഴിയും. അവർ മോശമായതുകൊണ്ടിട്ടല്ല, മറിച്ച് സിസ്റ്റം സാധാരണമാണെന്ന് തോന്നിപ്പിക്കുന്നതിനാലാണ് എന്നുള്ളതാണ്. അടുത്തത് എവറിഡേ കൺഫോമിറ്റി. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് യുക്തിപരമായിട്ട് ചെയ്യാൻ ആഗ്രഹമില്ലാത്ത കാര്യങ്ങൾ പോലും മറ്റു പലവരും ചെയ്യുന്നത് കൊണ്ടിട്ട് ചെയ്തു പോവാറുണ്ട്. നമ്മളൊരു യുദ്ധത്തിലായിട്ടുണ്ടാവില്ലായിരിക്കാം, പക്ഷേ ഒരു കൺഫോമിറ്റി എപ്പോഴും എല്ലായിടത്തുമുണ്ട്. ഉദാഹരണത്തിന് ഒരു ക്ലാസ് മുറിയിൽ നമ്മളായിരിക്കുന്ന ഒരിടങ്ങളിൽ ചിലപ്പോൾ ഏതെങ്കിലും സെക്ഷൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരാളെ കളിയാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ജാതി അടിസ്ഥാനമായിട്ടുള്ള ഒരു തമാശ പറയുന്നു. എല്ലാവരും അതിനെ കേട്ട് ചിരിക്കുന്നു, ആ കളിയാക്കലിനോടുകൂടി ഒത്തുപോകുന്നു. ഒരുപക്ഷെ നമ്മുടെ നിശബ്ദതയിൽ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം അത് ശരിയല്ല, ഒരാളെ ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ളത്. പക്ഷെ എങ്കിൽ പോലും അത് പറയാനോ അത് എതിർക്കാനോ നമുക്ക് സാധിക്കാത്തത് കൊണ്ടിട്ട് ആ ക്രൗഡിനോടൊപ്പം നമ്മൾ കൂടിച്ചേരുന്നു. ഇതിനെ ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. മറ്റാരെങ്കിലും അത് തടയുമെന്ന് നമ്മൾ കരുതുന്നു, അതിനാൽ ആരും അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ്, റിയൽ കറേജ് ആൻഡ് റിയൽ എക്സാമ്പിൾ. നാസി ജർമ്മനിയിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വൈറ്റ് റോസ് പ്രസ്താവനം രൂപീകരിച്ചു. അതായത് തങ്ങളെ കൊല്ലാൻ കഴിയുമെന്ന് അറിയാമായിരുന്നിട്ടും അവർ ഹിറ്റ്ലറിനെതിരെ ചില ലീഫ്ലെറ്റുകൾ വിതരണം ചെയ്തു. അവരെ അറസ്റ്റ് ചെയ്ത് വധിച്ചു, എന്നാലും അവർ വീരന്മാരായി ഇന്നും ഓർമ്മിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 2012 ഡൽഹിയിൽ ഒരു കൂട്ട ബലാത്സംഗ കേസ് രാജ്യത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. അതേ കുറ്റകൃത്യം മാത്രമായിരുന്നില്ല, പൊതുജനങ്ങളുടെ പ്രതികരണമായിരുന്നു അത്. ആയിരക്കണക്കിന് ആളുകളെ പ്രതിഷേധിച്ചു, നിയമങ്ങൾ മാറ്റി, ഇവിടെ അനുസരിക്കാൻ തീരുമാനിച്ച ഒക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് വ്യത്യാസങ്ങൾ വന്നു. ഇതെല്ലാം ഈ കൺഫോമിറ്റിയുടെ ഉദാഹരണങ്ങളാണ്. ഇനി നമ്മൾ മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് നമ്മൾ കൺഫോമിറ്റിയിലേക്ക് എത്തിപ്പെടുന്നത്? വൈ ഡു വി കൺഫോം? ഇറ്റ്സ് നോട്ട് ഓൾവേസ് ഫിയർ, സംടൈം ഇറ്റ്സ് എ ഡിസൈർ ടു ബിലോങ്. നമ്മളെപ്പോഴും ആളുകൾ എന്ത് പറയും എന്നോർത്ത് പേടിച്ചത് കൊണ്ടിട്ടല്ല, പക്ഷെ നമുക്കെപ്പോഴും ഒരു കൂട്ടത്തോടു കൂടി നിൽക്കാനായിട്ടാണ് ആഗ്രഹം. ചിലപ്പോൾ നമ്മുടെ ആ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, സാമൂഹിക ബന്ധങ്ങൾ സംരക്ഷിക്കാൻ. അപ്പോൾ ഇതെല്ലാം കൊണ്ടിട്ടാണ് നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരുപക്ഷെ സമാധാനം സൂക്ഷിക്കാനായിട്ടും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സത്യമില്ലാത്ത സമാധാനം സമാധാനമല്ല, അതൊരു നിശബ്ദത മാത്രമാണ് എന്നുള്ളതാണ്. സോ വാട്ട് ക്യാൻ യു ഡു? ഇത്തരം കൺഫോമിറ്റി മാറ്റാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പ്രാക്ടീസ് മൈക്രോ കറേജ്. സേ ഐ ഡോണ്ട് എഗ്രി ഈവൻ ഇഫ് യുവർ വോയിസ് ഷേക്സ്. നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും വളരെയധികം ധൈര്യശാലിയായിട്ട് കുറച്ചെങ്കിലും നമ്മുടെ ശബ്ദം വിറച്ചാലും ഇത് ഞാൻ യോജിക്കുന്നില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. നമ്മൾ നമ്മളോടും പുറത്തും ചോദിക്കാൻ പറ്റണം, ഈസ് ദിസ് റൈറ്റ്, ഈസ് ദിസ് ജസ്റ്റ്, ഇത് ശരിയാണോ, ഇത് ന്യായമാണോ എന്ന് സ്വയം ചോദിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. റിഫ്ലക്റ്റ് ഓൺ യുവർ വാല്യൂസ്. ആർ യു ഡൂയിങ് സംതിങ് ബിക്കോസ് ഇറ്റ്സ് ട്രൂ ഫോർ യു ഓർ ജസ്റ്റ് ടു ഫിറ്റ് ഇൻ? നമ്മുടെ മൂല്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഞാൻ മറ്റു ആളുകളുമായിട്ട് ഒത്തുപോകാൻ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് സംരക്ഷിക്കാനായിട്ടാണോ ഞാൻ ഇതിൽ യെസ് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ മൂല്യങ്ങളുമായിട്ട് ഇത് ഒത്തുപോകുന്നുണ്ടോ എന്ന് സത്യസത്യമായി റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്കൊരു മാതൃകയാകാനായിട്ട് സാധിച്ചാൽ സൊസൈറ്റിയിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. Be an example. Thank you.